സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അവലുണ്ടയാണ്. അവൽ വെച്ച് എങ്ങനെയാണ് നല്ല രുചികരമായ ഉണ്ട ഉണ്ടാക്കുന്നത് നോക്കാം. പലതരത്തിലുള്ള ഉണ്ടകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എങ്കിലും നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഇത് റെഡിയാക്കാൻ കയറിയാൽ മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ടയാണ് അവലുണ്ട്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കി നോക്കിയാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. അവലുണ്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 250 ഗ്രാം അവൽ, ഒരു 150-200 ഗ്രാമോളം ശർക്കര, ഒരു മുറി തേങ്ങ, 3 ഏലയ്ക്ക, ജീരകം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി എന്ത് വേണമെങ്കിലും ചേർക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇത് അവല് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. മറ്റേ അവലായാലും കുഴപ്പമൊന്നുമില്ല. 2 അവലും നല്ലത് തന്നെ. നമുക്കത് വറുക്കാം. ഒരുപാട് ഫ്രൈ ആക്കരുത്. ഇത് ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കത് പിന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 പ്രാവശ്യമായിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതും കൂടെ തോല് പോക്കിയിട്ട് അതിനകത്തോട്ടൊന്ന് പൊടിച്ചിടുക. ഇത് പൊടിക്കുമ്പോൾ ഒട്ടും കാണുകയില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എണ്ണയൊന്നും ചേർക്കുന്നതൊന്നുമല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും. അമ്മയ്ക്ക് മാറി മാറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ അറിയാമല്ലോ എന്നൊക്കെ ഒന്ന് തോന്നും. കയ്യിലിട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റിയത് ഫ്രൈ ആകുന്നത്. അത് ബ്രൗൺ കളറൊന്നും ആക്കി കളയരുത്. ഒന്നുകൂടെ ഒന്ന് ആയിക്കോട്ടെ. ഇപ്പോൾ ഒന്ന് ക്ലിയറൊന്നായിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് അടുത്ത് വറുത്തെടുക്കാം. നമ്മളിത് വാങ്ങിക്കുമ്പോൾ നല്ലോണം ഇടഞ്ഞൊക്കെ വേണം എടുക്കാൻ. നാരുകളൊക്കെ കാണും. ആദ്യം ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ചെയ്ത് നോക്കുക. ഒരു 250 ഗ്രാമൊക്കെ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലായതിന് ശേഷം കൂടുതൽ അളവ് ചെയ്താൽ മതി. എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഒന്നും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പം മുന്തിരി കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വറുത്ത് ഇങ്ങനെ ഇടാം. നെയ്യ് ഒഴിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ നെയ്യാണ് ചേർക്കുന്നുണ്ടെങ്കിൽ, നെയ്യില വറുക്കുന്നുണ്ടെങ്കിൽ ആ നെയ്യും കൂടെ ഇതിനകത്ത് ഒന്ന് ചേർത്താൽ മതി. ഓഫ് ചെയ്യാം. അവൽ നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കണം. അങ്ങ് ഭസ്മമാക്കി കളയേണ്ട കാര്യമല്ല. ഇച്ചിരി തരിതരാന്നിരിക്കണം. അപ്പോൾ അത് പൊടിച്ചതിന് ശേഷം ഈ തേങ്ങയും ശർക്കരയും കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ എടുത്ത അവൽ വേണ്ട പൊടിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. പൊടിക്കുന്നതിന് മുമ്പ് കുറേ കാണും, പക്ഷേ പൊടിച്ചെടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയും ഞാൻ സ്വല്പം മാറ്റിയിട്ടുണ്ട്. പൊടിച്ചെടുത്തതാണിത്. അണ്ടിപ്പരിപ്പും എല്ലാം അത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് കുഴച്ചെടുക്കാം. ശർക്കര നല്ല വൃത്തിയുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് പിന്നെ പാനിയാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഒരു നൂൽ പരുവാകുമ്പോൾ ചൂടോടെ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ അരിയുണ്ട ഉണ്ടാക്കുന്ന മാതിരി എടുത്താൽ മതി. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഉണ്ട ഉരുട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂൺ നെയ്യും കൂടി ഇതിനകത്ത് ചേർത്താൽ നല്ലതൊരു ഉണ്ട പിടിക്കാൻ പറ്റും. നല്ലതുപോലെ എല്ലായിടും തിരുമ്മി പിടിപ്പിക്കണത്. മധുരം എല്ലായിടും പിടിക്കണം. ഇത് ഒന്ന് നോക്കണം. ഉണ്ട ഉരുട്ടാനുള്ള പരുവായോ നോക്കുന്നുണ്ട്. ആയിട്ടുണ്ട്. എല്ലാം അതേപോലെ ഉണ്ടയാക്കി വയ്ക്കാം. നല്ല രുചികരമായ അവലുണ്ട റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഒട്ടും പ്രയാസമില്ല. വളരെ ടേസ്റ്റിയുമാണ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബെല്ലൈക്കൺ വരും. അതിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്നതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ ഇനി നന്ദി, നമസ്കാരം.